നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് അതിനിർണായകമായ ഒരു ചുവടുവയ്പിലൂടെ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായത്. SIT വളരെ നാടകീയമായിട്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അതിനുശേഷം കസ്റ്റഡിയിലെടുക്കുന്നു, പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നു. അത് കേരളം ഇന്നുവരെയും ചർച്ച ചെയ്ത, ഇനി ഈ സമയം വരെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. തന്ത്രിയുടെ അറസ്റ്റ് സത്യത്തിൽ കേരള സമൂഹത്തിനെ ഞെട്ടിച്ചിട്ടുണ്ട്. തന്ത്രിയുടെ അറസ്റ്റ് ന്യായമോ അന്യായമോ അതിന് റിമാൻഡ് റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണമായിരുന്നു. റിമാൻഡ് റിപ്പോർട്ട് വൈകാതെ തന്നെ വന്നു. ആ റിമാൻഡ് റിപ്പോർട്ടിൽ കേരളത്തെ അതിശയിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതായത് ശബരിമല തന്ത്രി എന്ന നിലയിൽ ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ അതിന് അവധാനത കാട്ടിയില്ല, ജാഗ്രത കാട്ടിയില്ല എന്നൊക്കെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല തന്ത്രി ആചാരം ലംഘിച്ചു എന്നും ഈ SIT കണ്ടെത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ആചാര ലംഘനം നടന്നു എന്ന് SIT കണ്ടെത്തുക എന്നറിയില്ല. എന്തായാലും തന്ത്രിയെ ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന യാതൊന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് തന്ത്രി അറസ്റ്റിലായത്, തന്ത്രി റിമാൻഡിലായത്? സത്യത്തിൽ ചോദ്യം ചെയ്യലിൽ പല പ്രധാനപ്പെട്ട വിവരങ്ങളും SITക്ക് ലഭിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നു, അതുപോലെ തന്നെ പത്മകുമാർ അടക്കമുള്ള CPM നേതാക്കളിൽ നിന്നെല്ലാം വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ SITക്ക് ലഭിച്ചിരുന്നു. അത് തന്ത്രിക്ക് പ്രതികൂലമാണ്. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയിന്മേലല്ല തന്ത്രിയെ കുടുക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതായത് സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും സാമ്പത്തിക സഹായമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് പോലും പറയുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള യാതൊന്നും റിമാൻഡ് റിപ്പോർട്ടിലില്ല. മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, തന്ത്രിയുമായി ബന്ധപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും പത്മകുമാറിൽ നിന്നുമൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ തന്ത്രിയെ കുടുക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അത് സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറത്തുള്ള ചില കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം തന്ത്രിയുടെ വീട്ടിലുണ്ട്. അവിടുത്തെ സ്വർണ്ണാഭരണങ്ങളടക്കം ഒരു സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ടുവന്ന് പരിശോധിക്കുകയാണ്. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായി പറയാൻ സാധിക്കും. അതായത് സ്വർണ്ണക്കൊള്ള കേസിലല്ല, മറ്റ് ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ തന്ത്രിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെയാണ് ഇപ്പോൾ തന്ത്രിയെ കൊടുങ്ങാനുള്ള, അല്ലെങ്കിൽ തന്ത്രി ഇതിനകത്ത് പെട്ടുപോകാനുള്ള കാരണം എന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ വളരെ ബൃഹത്തായ അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള ബന്ധം തന്ത്രിയുമായി ഉണ്ടായിരുന്നു. പല കാര്യങ്ങളിലും തന്ത്രി അയാൾ കുടുക്കിയിരിക്കാം. ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് തന്ത്രി അകത്താകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ വിവരങ്ങൾ കൃത്യമായി അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും മന്ത്രിസഭ, അതായത് സർക്കാരിലേക്ക് ഈ വിവരങ്ങൾ എത്തുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള മന്ത്രിസഭയിലെ 2 മന്ത്രിമാരാണ് തന്ത്രിയെ കൊടുക്കാനുള്ള കരുക്കൾ നീക്കിയത് എന്നും ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുമെന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ ശങ്കർദാസിൻ്റെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി അതിരൂക്ഷ വിമർശനത്തോടു കൂടി തള്ളിക്കളഞ്ഞപ്പോഴാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ കാണാം എന്ന ഒരു തീരുമാനത്തിലേക്ക് CPM പോകുന്നതും ആ പാർട്ടി തീരുമാനമനുസരിച്ചിട്ടാണ് SIT ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ കണ്ടെത്തിയതും എന്ന് ന്യായമായും ഈ ഘട്ടത്തിൽ നമുക്ക് സംശയിക്കാം. അതിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ചർച്ച ചെയ്യാത്ത ഒരു പേരാണ് കൊല്ലത്തെ ഒരു പ്രമുഖ വ്യവസായിയുടെ പേര്. ഈ പ്രമുഖ വ്യവസായിയുടെ പേര് ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റു പല വിവാദങ്ങളിലും പരാമർശ വിധേയമായിട്ടുണ്ട്. പക്ഷേ സ്വർണ്ണക്കൊള്ള കേസിൽ ഈ വ്യവസായിയുടെ പേര് ഇതുവരെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ആ വ്യവസായിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ തന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ച് ഇവർ മൂവർക്കും വളരെ അഗാധമായ ബന്ധങ്ങളുണ്ട്. ഈ തന്ത്രിയും അതുപോലെ തന്നെ കൊല്ലത്തെ വ്യവസായ പ്രമുഖരും തമ്മിൽ അത്രമാത്രം ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാൾ കൂടുതൽ ബന്ധങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകും വഴി തന്ത്രിയുടെ കുടുംബാംഗങ്ങൾ നിരവധി തവണ കൊല്ലത്ത് എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ തന്ത്രി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ചില സഹായങ്ങളൊക്കെ അവർക്ക് അവിടെ വേണ്ടിവരും. ഈ സഹായത്തിനായി ഈ പറയുന്ന വ്യവസായ പ്രമുഖനെ നിരവധി തവണ വിളിച്ചു എന്നാണ്. നിരവധി തവണ ഈ വ്യവസായ പ്രമുഖനെ വിളിച്ചു. പക്ഷേ ഈ വ്യവസായ പ്രമുഖൻ ഫോൺ എടുത്തില്ല. തന്ത്രിയുമായി വളരെ ദീർഘകാലത്തെ ബന്ധമുള്ള വ്യവസായ പ്രമുഖനാണ്. തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി കൊടുത്ത വ്യവസായ പ്രമുഖനാണ്. ആ വ്യവസായ പ്രമുഖനെ തന്ത്രി കുടുംബാംഗങ്ങൾ വിളിച്ചപ്പോൾ, ഒരു സഹായത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല എന്ന വാർത്തയും വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ
ഇനി ഒരു വ്യവസായ പ്രമുഖൻ കൂടി ഈ കേസിൽ കുടുങ്ങാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട്. ആ വ്യവസായ പ്രമുഖൻ്റെ പങ്കെന്ത് എന്നത് വളരെ നിർണായകമാണ്. ഈ കേസിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്താവുന്ന യാതൊന്നും, ശക്തമായ യാതൊന്നും, ഈ പറഞ്ഞ പറച്ചിലുകളും ആരോപണങ്ങളും അല്ലാതെ യാതൊന്നും തന്ത്രിക്ക് നേരെ ഉണ്ടായിട്ടില്ല. പക്ഷേ മറ്റു ചില വിവരങ്ങൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റു ചില രഹസ്യങ്ങൾ, ഇതെല്ലാം തന്ത്രിക്ക് എതിരായി വന്നിട്ടുണ്ട്. ഈ മൊഴികളെല്ലാം ഇപ്പോൾ നിലവിൽ തന്ത്രിക്കെതിരാണ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ട് എന്ന് പരസ്യമായി പറയുമ്പോഴും തന്ത്രിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആരും തന്നെ രംഗത്ത് വരുന്നില്ല. തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന ഒരു നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഈ ഒരു കാരണത്താലാണ്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിയുടെ ദീർഘകാലത്തെ ബന്ധം, ആ ബന്ധം തന്ത്രിക്ക് വരുത്തി വെച്ച വിന, അതാണ് ഈ അറസ്റ്റ് എന്ന് ആണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.